ഹലോ ഗായ്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബേബിയുടെ ജെൻഡർ റിവീൽ ഫംഗ്ഷൻ നടത്തുന്ന ആ ദിവസം അങ്ങ് വന്നെത്തി. രാവിലെ തന്നെ ഡെക്കറേഷൻ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും അവരുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ടൊക്കെ ഉള്ള ഡെക്കോറുകളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ ബേബി ഗേൾ ആണോ ബോയ് ആണോ എന്ന് അറിയാനായിട്ട് ഇവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം വീടിൻ്റെ ബാക്ക് യാർഡിൽ എല്ലാവരും കൂടി ഒരുമിച്ചൊരു ചെറിയ ഫംഗ്ഷനൊക്കെ നടത്തി റിവീൽ ചെയ്യാനൊക്കെ ആയിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ കാലാവസ്ഥ അത്രയ്ക്ക് നമുക്ക് ഫേവറബിൾ ആയിരുന്നില്ല. എന്നാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി അവിടെ നമ്മൾ വൈകുന്നേരം ജെൻഡർ റിവീൽ ഫംഗ്ഷൻ നടത്തി. നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ആദ്യമായി പാരന്റ്സ് ആവാൻ പോകുന്നവരാണ് എബിനും ഏഞ്ചലും. ഇതിനിടയ്ക്ക് ഒരുപാട് ടെൻഷൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ തന്നെ പേഴ്സണലി കണ്ടിട്ടുണ്ട്. ഓരോ സ്കാനിങ് വരാൻ നേരത്ത് ആദ്യത്തെ 3 മാസം വഴി ഇൻകോട്ടൊക്കെ പറഞ്ഞ് പേടിച്ച് നടക്കുന്നതൊക്കെ. അപ്പൊ ആരും തന്നെ ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഒരു സ്വാഗതം അറിയിക്കുകയാണ്. നല്ല തണുപ്പാണെന്ന് അറിയാം, അതുകൊണ്ട് ചെറുതായിട്ട് കുളമായിട്ടിരിക്കണം. പക്ഷെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കളറാണ്. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് ചോദിക്കാം. കുഴപ്പമില്ലാണ്ട് പോണു. കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ഒക്കെ എന്തായാലും ടോട്ടലി ഹാപ്പിയാണ്. ഇനി ഏഞ്ചലിന്റെ എക്സ്പീരിയൻസ് കേൾക്കാം. കുറച്ച് ടഫായിരിക്കും. വരുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു കംപ്ലീറ്റ്നെസ് അറിയാമെന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചേച്ചി അവിടെ സ്മിത ചേച്ചിയൊക്കെ എൻ്റെ കൂടെ അവിടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ബോയ് ചൂസ് ചെയ്യാൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ നമ്മൾ കുറെ സഹിച്ചിട്ടുണ്ട്. ഒരു പെൺകൊച്ചു കൂടെ എനിക്ക് പറ്റില്ല. അപ്പൊ ആൺകൊച്ചു ഏത് കുട്ടിയായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ല, അവള് ബോയിന് എടുത്തോണ്ട് ഞാൻ ഗേളിനെ എടുക്കുന്നത്. എനിക്കും ഏഞ്ചലിനാണെങ്കിലും ബോയ് ആണെങ്കിലും ഗേൾ ആണെങ്കിലും എല്ലാം ഓക്കെയാണ്. ഈ പറഞ്ഞ പോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി കിട്ടിയാൽ മതി. പിന്നെ എന്റെ വിഷ് എന്നല്ല, ഒരു ബോയ് ആയി കൊള്ളാം എന്നുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഗേൾ ആണെങ്കിൽ എനിക്ക് സന്തോഷം തന്നെയാണ്, ബോയ് ആണെങ്കിൽ സന്തോഷമാണ്. ബേബി ഷോപ്പുകളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ കണ്ണ് പോകുന്നത് പിക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ഗേൾ അവരെ ഒരുക്കി നടത്താനൊക്കെ നല്ല രസമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ എപ്പോഴും അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ തുടക്കം മുഴുവൻ ഞാൻ വിചാരിക്കുന്ന ഗേളാണ്. പിന്നെ എൻ്റെ ഒരു ഉള്ളിൽ നല്ല ബോയ് ആകാനാണ് സാധ്യത എന്നുള്ളൊരു ചിന്ത വന്നു. പക്ഷെ എബിനിപ്പം ബോയ് ബേബി ആയിരിക്കുന്ന സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് പെൺകുഞ്ഞാവുകയാണെങ്കിൽ അപ്പം അമ്മയും കൂടെ പോയി എന്ന് പറഞ്ഞല്ലോ എന്നോർത്ത് വിഷമിക്കണ്ടല്ലോ. അപ്പം ഐ വോട്ട് ഫോർ ഗേൾ. ഇവർക്ക് ബാഡ്ജ് കുത്താൻ വേണ്ടി നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും യോഗ്യരായിട്ടുള്ളവരെ തന്നെ വിളിക്കണം. അത് പേരൻറ് കണ്ട് അതറിഞ്ഞ് വലിയ കുട്ടികളുള്ള നമ്മുടെ എല്ലാം ഷൈ ചേച്ചിനെ ബാബുച്ചേനെ അതിനുവേണ്ടി വിളിക്കാം. മമ്മി ടു ബി ഡാഡി ടു ബി ആയതുകൊണ്ട് നമുക്ക് ഇവർക്ക് ഒരു ക്വസ്റ്റ്യൻ സെഷൻ കൊടുക്കാം. അവരിങ്ങനെ തിരിഞ്ഞാൽ നോക്കാൻ പാടില്ല അവരുടെ ആൻസർ എന്താണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Who was ready to have kids first? എല്ലാം ഇന്ത്യയുടെ പ്ലാനാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Who will buy most baby clothes? നിങ്ങൾ അത് പ്ലാൻ ചെയ്തോ? ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. Who will take more baby pictures? ഫോൺ ടിക്ടൊക്കെ ആയിട്ട് മത്സരമായിരുന്നല്ലേ, കോമ്പറ്റീഷൻ ആയിട്ട് എടുക്കുമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ഹു ഈസ് മോർ നെർവസ് അബൌട്ട് ലേബർ ആൻഡ് ഡെലിവറി? സത്യം അംഗീകരിക്കാൻ എന്നെച്ചാൽ യാതൊരു ഭയമില്ല. ഏഞ്ചല് പറയുന്നത് മിക്കവാറും ഡെലിവറിയുടെ സമയത്ത് എബിൻചേട്ടനെ നോക്കാൻ വേറെ 2 നഴ്സുമാരെ എത്തിക്കേണ്ട ഒരു സാധനം. അവര് പറഞ്ഞേക്കുന്നത് വീണ് കിടക്കത്തേ ഉള്ളൂ, അവര് മൈൻഡ് ചെയ്യത്തില്ലെന്ന്. ഞങ്ങൾ നേരത്തെ ഒരു സീറ്റ് തരും, അവിടെ ഇരുന്നോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who can sing better lullabies? എനിക്കൊരു പാട്ടൊക്കെ പഠിച്ചു വെച്ചിരുന്നു അല്ലേ? അപ്പൊ നമുക്കൊരു പാട്ട്. അതുകൊണ്ടല്ല ഞാൻ പാടും, കൊച്ചു മിണ്ടണ ആരാന്ന് സഹിക്കും.
ചെറുതായിട്ട് പാടാം. പണ്ട് എന്റെ അമ്മ പാടി തന്ന പാട്ടാണ്. അതെനിക്ക് മൊത്തം അറിയില്ല, ലിറിക്സും തെറ്റായിരിക്കും. നിങ്ങളുടെ കയ്യിലുള്ള ബലൂൺ നിങ്ങളൊക്കെ ഒന്ന് വീർപ്പിക്കേണ്ടതാണ്. അത് വീർപ്പിച്ച് മറ്റേ നിങ്ങൾക്ക് കെട്ടറിയാലോ, അപ്പൊ കെട്ടുക. അത് ഞാൻ ഗെയിം പറയാം. നമ്മൾ അമ്മമാർക്ക് പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ കുഞ്ഞാനൊക്കെ പാടാണ്. പക്ഷെ അപ്പന്മാർക്ക് ഇത് അറിയാൻ പറ്റിയിട്ടില്ല. അപ്പൊ എക്സാമ്പിൾ നോക്കേണ്ടതാണ്. ഏഞ്ചലിനെ കറക്റ്റ് ജാക്കറ്റിന്റെ സ്ലിപ്പ് ഇട്ടിട്ട് എല്ലാവരും അതിന്റെ ഉള്ളിൽ ബലൂൺ വെക്കേണ്ടതാണ്. വേറൊരു യൂണിവേഴ്സിറ്റി പോയിട്ട് ആണ് ഇപ്പൊ ഇവിടെ ഫസ്റ്റ് അടിച്ചിരിക്കുന്നത്. റെഡി പറയുമ്പോഴേക്ക് തുടങ്ങാൻ കേട്ടോ. റെഡി വാട്ടത്തിൽ സ്റ്റാർട്ട് പറയുമ്പോഴേക്കും നീ ഇങ്ങനെ വിഷയം പാടുന്ന മതി. ഇതിപ്പോ 12 മാസം ഒന്നും ആക്കാൻ പറ്റുള്ളൂ. ഏഞ്ചിൽ നടക്കുന്നവരും ഓക്കെ മലയാളി ഗ്രൂപ്പ് ടെൻഷൻസോ വെറീസോ ഉണ്ടെങ്കിൽ ആ കേക്കിന്റെ സ്വീറ്റ്നെസ്സിൽ അതൊക്കെ അലിഞ്ഞു പോട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഇത് നമ്മുടെ ഒരു മാജിക് ബോക്സ് ആണ്. ഈ മാജിക് ബോക്സിൽ നമ്മൾ കുറച്ച് അബ്രാക്കഡാബ്ര ഒക്കെ പറഞ്ഞ് സ്പെല്ലൊക്കെ പറഞ്ഞു കഴിയുമ്പോ ഈ ബോക്സിലാണ് ജെൻഡർ പറയാൻ പോകുന്നത്. സംസാരിക്കില്ല, പക്ഷെ അതൊരു മാജിക് സ്പെല്ലായിട്ട് കളേഴ്സ് ആയിട്ട് വരും. ഏഞ്ചൽ അതിനെ കണ്ണടച്ചിട്ട് രണ്ടുപേരും കൈ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കും. ഞങ്ങൾ പറയുമ്പോഴേ കണ്ണു തുറക്കാവും. ഓക്കെ, തിരിഞ്ഞേക്കുന്നു. അപ്പൊ ആദ്യത്തെ സ്പെല്ലായ ഹോട്ട് വാട്ടർ ഒഴിക്കാൻ പോകുന്നത് ജോയൽ. നിങ്ങൾ കണ്ണടച്ചിരിക്കുക. യെസ്,
ഫസ്റ്റത്തെ ഇൻഗ്രീഡിയന്റ് ആഡ് ആയിരിക്കുന്നു. ഇനി നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യാൻ പോവാണ്. എല്ലാവരും മോസ്റ്റ് വെയിറ്റഡ് മൊമെന്റ് റെഡി. എന്താ പറയുന്നു? മേലെ മേലെ മാനം മാനം നീളെ മഞ്ഞിൻ കൂടാരം അതിലാരോ ആരാരോ. ഒരു പെൺകുഞ്ഞിന്റെ അമ്മയാവാന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തമായിട്ട് തോന്നുന്നു. എനിക്ക് ആദ്യം മുതല് ഈ പറഞ്ഞ പോലെ ഏത് കടയിൽ കയറുമ്പോഴും ആദ്യം പോണത് ഈ കുഞ്ഞുങ്ങളുടെ, അതും പെൺപിള്ളകളുടെ ഇത് നോക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇവളുടെ ആഗ്രഹം തന്നെ സാധിച്ചെടുത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കാരും വളരെ ഹാപ്പിയാണ്. പിന്നെ താങ്ക് യു സോ മച്ച് ഗൈസ്. ബേബി ഗേൾസിന് എപ്പോഴും അപ്പനായിരിക്കും അവരുടെ ഹീറോ. നമ്മള് കുറച്ച് കളയുമ്പോ ഔട്ടാവും. ഓക്കെ, തുടക്കം മുതലേ അപ്പൊ നമുക്കിനി അടുത്തത് നമ്മുടെ ഭക്ഷണമാണ്. എല്ലാവർക്കും പങ്കെടുത്ത് രാരിരം രാരോ. പൊന്നും തിങ്കൾ പോറ്റും മാനേ